ഇതിപ്പോ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് നമുക്ക് സീഡ് ഫ്രീ ജാക്കിന്റെ ഒരു തൈ കാഴ്ച കിട്ടിയതാണ്. മാച്ചക്കയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡ്വാർഫ് വെറൈറ്റികളൊക്കെ ഉള്ള നിങ്ങൾ ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിയറ്റ്നാമിനേക്കാൾ ഒരു സൂപ്പർ ഓപ്ഷൻ. പിന്നെ നമ്മൾ പലരും പറയാറുണ്ട് ഈ ബ്രിക്സ് കണ്ടന്റ് നമുക്ക് ഓരോ പ്ലാവുകളുടെയും നിങ്ങൾ ചക്കയുടെ എന്തുകൊണ്ടാണ് പറയാത്തത്. കൃഷിയായിട്ട് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ വെറൈറ്റിയാണ്. കാരണം നമുക്ക് ഇത് വെറും 10 അടി അകലത്തിൽ വെച്ച് നമുക്ക് കൃഷിയായിട്ട് ചെയ്യാൻ പറ്റും. സാധാരണ ഒരു ടോപ്പ് 10 എവിയാർക്ക് ജാക്ക എവിടെയും നമ്മൾ പറഞ്ഞിട്ടില്ല. എവിയാർക്ക് ലോകത്തിലത്തെ ഏറ്റവും മധുരം കൂടിയ വെറൈറ്റി എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ചുളയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറ്റിച്ച് നോക്കുവാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് തേൻ വീഴുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കുന്നുള്ളത്. ഹലോ ഫ്രണ്ട്, വെൽക്കം ടു ജോ ഫൗണ്ടറീസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ടോപ്പ് 10 പ്ലാവിനങ്ങളെ കുറിച്ചാണ്. അപ്പം വളരെയധികം ആൾക്കാർ ചോദിക്കാറുണ്ട് ഏതാണ് ഏറ്റവും മികച്ച ഐറ്റം അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് 5 വെറൈറ്റികളെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ടോപ്പ് 10 പ്ലാവിനങ്ങളുടെ ഒരു ലിസ്റ്റ് ആക്കി 10ാം സ്ഥാനം മുതൽ 1ാം സ്ഥാനം വരെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പ്ലാവിലെ വെറൈറ്റികളെ വേർതിരിച്ച് പൊസിഷൻ ചെയ്യുമ്പോൾ അതിന്റെ പ്ലാവിലത്തെ കുറെ ക്യാരക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ചക്കയിലത്തെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ ക്ലൈമറ്റിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ള ക്യാരക്ടേഴ്സ് ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മുടെ ടോപ്പ് 10 പട്ടികയാക്കുന്നത്. അതുപോലെ തന്നെ ഈ 10 എണ്ണത്തിനേക്കാളും കൂടുതൽ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പ് 10 പട്ടികയാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു വർഷം മുന്നേ ഞങ്ങളൊരു ടോപ്പ് 5 നമ്മൾ പ്ലാവുകൾ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്തെ വെറൈറ്റികളിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കാരണം അതിനകത്ത് പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ പുതിയ ഇനങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ വെറൈറ്റികൾ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ചാനലിന്റെ ഇപ്പം വീഡിയോയുടെ താഴെ കൂടെ ഒരു നമ്പർ പോകുന്നുണ്ട്. അത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറാണ്. അതിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള തൈകൾ ആവശ്യമുണ്ടെങ്കിലും ഫ്രൂട്ട്സിന് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് അത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ഡെലിവറി ആയിട്ട് എത്തിച്ചേരാനും പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നമ്മുടെ കമന്റിൽ കൂടെ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ടോപ്പ് 5 ടോപ്പ് 10 ആക്കിയിട്ട് ഒരു ലിസ്റ്റ് ആക്കിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ കമന്റിൽ കൂടെ ഷെയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വെറൈറ്റി പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ 10ാം സ്ഥാനമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഗംലെസ് ജാക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗംലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംലെസിൽ തന്നെ നമ്മുടെ ഈ അരക്കില്ല പശയില്ല എന്നുള്ളതാണ് ക്യാരക്ടർ. അതിനകത്ത് തന്നെ കുറെ ഇനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് സോംപാടി വരിക്കാന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നമ്മൾ എപ്പോഴും ഗംലെസ് ആയിട്ട് കൊടുക്കാറ്. ഇപ്പം നമുക്ക് കിട്ടാവുന്ന വെച്ചിട്ട് ഗംലെസിലത്തെ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു നല്ലൊരു വെറൈറ്റിയാണ്. പല ഇനങ്ങളുണ്ട്. ഇപ്പം വൈറ്റ് നമ്മുടെ ഫ്ലഷ് അല്ലെ വൈറ്റ് ചോളയൊക്കെ വരുന്നതാണെങ്കിൽ മധുരം വളരെ കുറവാണ്. അതുപോലെ ഒരു വെള്ളച്ചോവയൊക്കെ വരാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ സോംപാടി എന്ന് പറഞ്ഞ വെറൈറ്റി നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്ന നല്ല ദൃഢതയുള്ള അതുപോലെ ചിപ്സിനൊക്കെ ആക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഇനം തന്നെയാണ്. അപ്പോൾ ഇതിന്റെ പശ അല്ലെ അരക്ക എങ്ങനെയാണ് വരുക എന്ന് പറഞ്ഞാൽ ഒരു വാട്ടറി കണ്ടന്റോട് കൂടിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും പറ്റൂല. ജസ്റ്റ് ചെറുതായിട്ട് നമുക്ക് ചക്കയെ തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പശയുടെ അല്ലെ അരക്കിന്റെ ഒരു പ്രശ്നമേ നമുക്ക് ആ ചക്കയ്ക്ക് ഉണ്ടാവില്ല. നമുക്ക് വെട്ടുമ്പോഴാണേലും മുറിച്ച് പീസാക്കുമ്പോഴും ഒക്കെ നമുക്ക് ആ ഒരു പ്രശ്നം ഇല്ലാതെ വരും. നമ്മൾ കയ്യിൽ എണ്ണയൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കി ചക്ക എടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ചിപ്സ് ഒക്കെ ആക്കാനും ബെറ്റർ ആണ്. അപ്പോൾ അതിന്റെ തൈകൾ ഇതാണ്, ചെറിയ തൈകൾ. വലിയ തൈകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന്റെ ഈ ഇലയുടെ ഒരു സ്പെഷ്യാലിറ്റി ഇതാണ്. അതുപോലെ ഇതിന്റെ വളർച്ചാ രീതി വളരെ ബുഷായിട്ട് ഭയങ്കര അധികം ബ്രാഞ്ചസ് വരുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ വളർച്ചാ രീതി വരുന്നത്. ഇതിപ്പോ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 6 മാസം മുതൽ 8 മാസം വരെ മാത്രമേ ഇതിന്റെ തൈക്ക് പ്രായമായിട്ടുള്ളൂ. നമുക്ക് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്ന ഒരു 1.5 കൊല്ലമൊക്കെ ആകുമ്പോൾ തന്നെ 5 അടി 6 അടി ഹൈറ്റ് അറ്റൈൻ ചെയ്യും. നല്ല രീതിയിൽ ബ്രാഞ്ചും ബുഷായിട്ടും ഒക്കെ വരും. നമുക്ക് പ്രൂണിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ പ്രൂണിംഗ് ചെയ്യാതെ നമ്മൾ കുറച്ചും കൂടെ ഒരു സ്ഥലം ഇതിനായിട്ട് നമ്മൾ മാറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം നമുക്കൊരു 15 അടി മുതൽ 20 അടി വരെ സ്പേസിംഗിൽ നടുന്നതായിരിക്കും നല്ലത്. 15 അടിയാണെങ്കിൽ ഓക്കെയാണ്. നല്ല രീതിയിൽ ബുഷായിട്ട് നല്ല രീതിയിൽ കാഴ്ച കിട്ടുന്നതായിട്ടാണ്. നല്ല എണ്ണവും കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. റൗണ്ട് ഷേപ്പാണ്. ഒരു മീഡിയം സൈസാണ് ചക്ക ഉണ്ടാവുക. ഏകദേശം ഒരു 15 മുതൽ 18 കിലോ വരെ മാത്രമേ ഇതിന് ചക്ക ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നല്ല കുറേ ഗുണങ്ങളുള്ള ഒരു വെറൈറ്റിയാണ് ഗംലെസ് ജാക്ക്. അപ്പോൾ അടുത്തായിട്ട് 9ാം സ്ഥാനമാണ്. അത് വിയറ്റ്നാം റെഡ് ജാക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിയറ്റ്നാം റെഡ് എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം സൂപ്പർ എർലിയുടെ റെഡ് ആണെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ അതല്ല. പക്ഷെ നമുക്ക് വിയറ്റ്നാമിൽ നിന്ന് വന്നൊരു നല്ല വെറൈറ്റിയാണ്. ഉള്ളിൽ റെഡ് കളർ വരുന്നതാണ്. വലിയ താമസം ഇല്ലാണ്ട് കായ്ക്കുന്ന ഒരു ഇനമാണ്. പക്ഷെ കുള്ളനല്ല. നമുക്ക് അത്യാവശ്യം ഒരു വലിപ്പം വരും. ഇതിപ്പോൾ അതിന്റെ തൈയാണ്. ഇതിന്റെ ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തോളം പ്രായമുള്ളതാണ്. ഇതിന്റെ വളർച്ചാ രീതി തന്നെ ഒരു നല്ല രീതിയിൽ പെട്ടെന്ന് നീണ്ട് മുകളിലോട്ട് വരുന്ന രീതിയിലാണ് ഇതിന്റെ വളർച്ച. അതുപോലെ സൈഡിലേക്ക് ബ്രാഞ്ചസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ നമുക്ക് പ്ലാവുകൾ അല്ല തേൻവരിക്ക പോലത്തെ ഇനങ്ങൾ വളരുന്ന അത്രത്തോളം ഇല്ലെങ്കിൽ പോലും അതിന്റെ ഏകദേശം അടുപ്പിച്ച് വളർച്ച വരുന്നതാണ്. അപ്പം നമുക്കൊരു 20 അടിയൊക്കെ തന്നെ സ്പേസിങ് വെച്ച് തന്നെ നടണം. നമ്മൾ ഈ കുള്ളം അല്ല പെട്ടെന്ന് ഏർലി ബെയറർ എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ ചക്ക പിടിക്കുന്ന മാച്ചക്കയാണിത്. പക്ഷേ ഇത് മാച്ചക്ക പിടിച്ച് ഏകദേശം ഒരു 6, 7, 8 മാസത്തിനുള്ളിൽ തന്നെ അടുത്ത ശരിക്കുള്ള ചക്ക പിടിക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് വിയറ്റ്നാം സൂപ്പർ എർലിയുടെ അല്ലാത്ത വിയറ്റ്നാം റെഡ് ജാക്കിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. കുള്ളനാണ്. ചെറിയ സ്ഥലമൊക്കെ വേണമെന്ന് വിചാരിച്ച് ഒരിക്കലും നടല്ല. അത്യാവശ്യം ഒരു സ്പേസ് വേണ്ടതാണ്. പെട്ടെന്ന് കായ്ക്കുക എന്നുള്ള ഒരു റെഡ് ജാക്കിന്റെ ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്ത് നടാൻ പറ്റിയ ഒരു ഐറ്റമാണ്.
അപ്പോൾ ഇനി നമുക്ക് ചക്കയുടെ ക്യാരക്ടറിലേക്ക് വരാം. ചക്ക നല്ല റെഡ് കളറുള്ള ഒരു വെറൈറ്റിയാണ്. ഏകദേശം 10 മുതൽ 15 കിലോ വരെയുള്ള ചക്കയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അത് മരത്തിന്റെ വലുപ്പം വരുന്നതിനല്ല മൂപ്പ് വരുന്നതിനനുസരിച്ച്, പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് വലിപ്പം കൂടിയ ചക്ക കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെഡ് ജാക്കിൽ പെട്ടെന്ന് കായ്ക്കുന്ന ഒരു ഇനം വെക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം റെഡ് ജാക്ക്. എട്ടാമതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് മുട്ടം വരിക്കയാണ്. അപ്പോൾ മുട്ടം വരിക്ക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു നല്ലൊരു വെറൈറ്റി തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ചിപ്സ് ഒക്കെ ഉണ്ടാക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് മുട്ടം വരിക്ക. അത് നമുക്ക് ഏകദേശം ചെറിയ തൈകളൊക്കെ കായ്ച്ചു കിട്ടാൻ 3 വർഷം എടുക്കും. നമുക്ക് തേൻവരിക്ക പോലത്തെ നല്ലൊരു തേൻ പോലത്തെ ഒരു ലിക്വിഡൊക്കെ അതിൻ്റെ ചുളയിലുണ്ടാകും. അപ്പോൾ തേൻവരിക്ക കാറ്റഗറി പെട്ട ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ നമ്മൾ തൈകളൊക്കെ നട്ട് കഴിഞ്ഞാൽ വലിപ്പം അത്യാവശ്യം വരുന്ന ഐറ്റം തന്നെയാണ്. തേൻവരിക്ക പോലെയൊക്കെ വളർച്ച വരുന്ന ഒരു ഐറ്റം തന്നെയാണ് മുട്ടം വരിക്ക. ഏകദേശം നമുക്കൊരു 20 അടി അകലം പാലിച്ച് തന്നെ നടേണ്ടതായിട്ട് വരും. അതുപോലെ നമുക്ക് ചക്ക നല്ല സൈസ് വരുന്നതാണ്. ഏകദേശം ഒരു 20 കിലോയോളം വലിപ്പം വരുന്ന ചക്കകളാണ്. 15 കിലോ മുതൽ 20 കിലോ, കാരണം കൂടുതലായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. മറച്ച് കായ്ച്ചു കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഉരുണ്ട ഷേപ്പ് ആയിരിക്കും. അതൊക്കെ കൊണ്ടാണ് നമ്മൾ അത്ര ഒരു വെറൈറ്റി ആയിട്ടൊക്കെ റിലീസ് ചെയ്യപ്പെട്ടത്. മുട്ടം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഒരു വെറൈറ്റിയാണ് ഈ മുട്ടം വരിക്ക. അപ്പം നിങ്ങളുടെ സ്ഥലത്തൊക്കെ അത്യാവശ്യം നമ്മുടെ പറമ്പിലൊക്കെ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാനായിട്ട് ഒരു സൂപ്പർ വെറൈറ്റി തന്നെയാണ്. അതുപോലെ തേൻവരിക്ക നമ്മൾ ഈയിടെ ഒരു ഫ്രൂട്ട് നമ്മൾ ഹാർവസ്റ്റ് ചെയ്ത് നമ്മൾ മുറിച്ച് ചുളകളൊക്കെ ആക്കി ഒരു ചെറിയ ഷോർട്സ് ഇട്ടിരുന്നു. ആ ഷോർട്സ് കൂടെ നമ്മൾ ഇതിൻ്റെ വീഡിയോയിൽ കൂടെ വെക്കാം. അപ്പോൾ അതാണ് തേൻവരിക്കയുടെ ഒരു ടിപ്പിക്കൽ ക്യാരക്ടർ. അതിനകത്ത് തേൻതുള്ളി പോലത്തെ വെള്ളം പോലത്തെ ഒരു ലിക്വിഡ് അതിനകത്ത് വരും. അത് ഭയങ്കര മധുരമുള്ള ടേസ്റ്റും ഉള്ള ഐറ്റം തന്നെയാണ്. അത്യാവശ്യം കൺസിസ്റ്റൻസി ഉള്ള ഒരു തേൻവരിക്ക വെറൈറ്റി തന്നെയായിരുന്നു നമ്മൾ ഈയിടെ ഹാർവസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഏഴാമതായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് സിദ്ധു ജാക്ക് വെറൈറ്റിയാണ്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് വെറൈറ്റി എന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള വെറൈറ്റി എന്ന് അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് സിദ്ധു ജാക്ക്. അത് നമ്മുടെ ലിസ്റ്റിലേക്ക് വന്നപ്പോൾ 7ാം സ്ഥാനം ആയി പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ അത് കായ്ച്ചു കിട്ടാൻ വേണ്ടി 4, 5 കൊല്ലം ഇപ്പോൾ എടുക്കുന്നുണ്ട്. അതുപോലെ അതിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറാണ് വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ കായ്ക്കുന്നുള്ളത്. അത് പക്ഷേ നമ്മുടെ ക്ലൈമറ്റിലേക്ക് വരുമ്പോൾ ആ രീതി കായ്ക്കുന്നില്ല, ഒറ്റ പ്രാവശ്യം മാത്രമേ കായ്ക്കുന്നുള്ളൂ. പക്ഷെ നമുക്ക് അതിന്റെ ക്വാളിറ്റീസ് ഒക്കെ ഭയങ്കര ഗുണമാണ്. നമുക്ക് അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ചക്കയാണ്, നല്ല ടേസ്റ്റുള്ള ചക്കയാണ്, ഉള്ളിൽ റെഡ് കളറാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു തേൻവരിക്ക കാറ്റഗറി പെട്ട ഐറ്റമാണ്. പിന്നെ വലിയൊരു രീതിയിൽ വലുപ്പം വരാണ്ട് തന്നെ ഇതിന്റെ ബഡ് തൈകൾ കായ്ച്ചൊക്കെ കിട്ടുന്നുണ്ട് കർണാടക ഭാഗത്ത്. പക്ഷെ നമ്മുടെ ക്ലൈമറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് കായ്ക്കുന്നില്ല. ഒരു ടൈം പീരീഡ് ഇതിന് ആവശ്യമാണ്. ഏകദേശം ഒരു 3-4 കൊല്ലം വരെ ആവശ്യമാണ്. പക്ഷെ നമുക്ക് ആദ്യമൊക്കെ നമുക്ക് ഈ സിദ്ധുവിന്റെ നമുക്ക് കുറച്ച് പെട്ടെന്ന് കായ്ച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മുന്നേ നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയായിരുന്നു സിദ്ധുവിന്റെ. പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ ചെറിയൊരു പ്രശ്നം കണ്ടുവരുന്നുണ്ട് സിദ്ധുവിൽ. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും മനസ്സിൽ വെക്കുക. സിദ്ധു വെറൈറ്റി വെക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ഒരു വെറൈറ്റി തന്നെയാണ്. പക്ഷെ നമ്മൾ വളരെ കുറച്ച് വെറൈറ്റികൾ അല്ലെങ്കിൽ കളക്ഷൻ അല്ലെങ്കിൽ കുറച്ച് ഐറ്റം 1-2 പ്ലാവുകളൊക്കെ വെക്കുന്നവർ സെലക്ട് ചെയ്യാൻ വേണ്ടി അത്രയ്ക്ക് ഒരു ബെസ്റ്റ് ഐറ്റം ആയിട്ട് സിദ്ധു വരിക്ക ഒരിക്കലും നിങ്ങൾ ചിന്തിക്കേണ്ട. അപ്പോൾ 6ാം സ്ഥാനം നമ്മൾ കൊടുത്തിരിക്കുന്നത് വിയറ്റ്നാം സൂപ്പർ എർലി ജാക്കിനാണ്. അപ്പോൾ വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വളരെയധികം ആൾക്കാർ വെക്കുന്നതും അതുപോലെ വെക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ഐറ്റമാണ്. കാരണം വളരെ കുള്ളനായിട്ടുള്ള വെറൈറ്റിയാണ്, വളരെ പെട്ടെന്ന് കായ്ച്ചു കിട്ടും, വളരെ ചെറിയ സ്ഥലത്ത് അത് നിന്ന് കായ്ച്ചു കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ചക്കയുടെ ക്വാളിറ്റിയിലേക്ക് വന്നാൽ നല്ല മധുരമുള്ള ഒരു ചക്ക തന്നെയാണ്. വിയറ്റ്നാം സൂപ്പർ എർലിയുടെ പ്രത്യേകിച്ചുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷിയായിട്ട് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ വെറൈറ്റിയാണ്. കാരണം നമുക്കിത് വെറും 10 അടി അകലത്തിൽ വെച്ച് നമുക്ക് കൃഷിയായിട്ട് ചെയ്യാൻ പറ്റും. സാധാരണ ഒരു പ്ലാവ് നിൽക്കുന്ന അല്ലെങ്കിൽ തേൻവരിക്ക പ്ലാവ് നിൽക്കുന്നിടത്ത് നമുക്കൊരു 5-6 പ്ലാവുകൾ നമുക്ക് വിയറ്റ്നാമിന്റെ നടാനായിട്ട് പറ്റുന്നതായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് പ്രൊഡക്ടിവിറ്റി കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം സൂപ്പർ എർലി. അപ്പോൾ വിയറ്റ്നാം സൂപ്പർ എർലിയുടെ ഗുണങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ചക്കയുടെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-12 കിലോ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഉള്ളിൽ നല്ല ടേസ്റ്റുള്ള ചുളയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ ചകിണിയൊക്കെ വളരെ കുറവായിരിക്കും. പിന്നെ ഇതിന്റെ പ്രശ്നത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ കുള്ളം പ്ലാവുകൾ അല്ലെ ബഡ് പ്ലാവുകൾക്കുള്ള പ്രശ്നം തന്നെയാണ് നമുക്ക് ചീച്ചിലൊക്കെ വരാനുള്ള ചീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. മഴ കൂടുന്ന സമയത്ത് ചീക്ക് വരുന്ന നമ്മുടെ തണ്ടിൽ നിന്ന് അടിയിൽ നിന്നോ മുകളിൽ നിന്നോ ചീക്ക് വന്ന് മൊത്തത്തിൽ ഉണങ്ങി പോകുന്നതായിട്ടൊക്കെ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ചക്ക കൂടുതലായിട്ട് കായ്ക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ചീക്ക് കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ അതിന്റെ തൈകളാണ്. അപ്പോൾ നമുക്ക് ചീക്കിനെ നമ്മൾ പ്രതിരോധിക്കാം. മഴക്കാലത്ത് അതല്ല അധികം കൂടുതൽ വെള്ളം വരുന്ന ഒരു സമയത്തൊക്കെ നമ്മൾ കൃത്യമായിട്ട് ബോഡോ മിശ്രിതം അല്ലെ സാഫ് ഫംജിസൈഡ് ആണെങ്കിലും നമ്മൾ മരത്തിലും തടിയിലും ഒക്കെ തേച്ച് കൊടുക്കുന്നു അല്ലെ സ്പ്രേ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അതൊരു പ്രിവെൻഷൻ അല്ലെ പ്രിക്കോഷൻ ആയിട്ട് നമ്മൾ ചെയ്യണം. പ്രിക്കോഷൻ ആയിട്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് എല്ലാ വർഷവും നമ്മൾ ചെയ്ത് വരേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഫംജിസൈഡ് സ്പ്രേ ചെയ്യൽ. കാരണം നമുക്ക് ബഡ് പ്ലാവുകളിൽ വളരെ ചുരുക്കം പ്ലാവുകളിൽ ഈ പ്രശ്നം നന്നായിട്ട് കണ്ടുവരുന്നുണ്ട്. നമുക്ക് ആ ഒരു മരം ഇല്ലാണ്ടല്ല നശിച്ചു പോകുന്നതായിട്ട് കണ്ടുവരും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ പ്രാക്ടീസ് നമ്മൾ എല്ലാ കൊല്ലം ഫോളോ ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു കാര്യം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഈ വെള്ളീച്ച അതുപോലെ നമുക്ക് ഈ ഇല ചുരുട്ടുന്ന ഒരു കീടം അങ്ങനെയൊക്കെ 1-2 പ്രശ്നങ്ങൾ ഇതിന് വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്തെങ്കിലും ജൈവ കീടനാശിനി തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് പ്രിവെന്റ് അല്ലെ നമുക്കത് റെമഡി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ട്
ഉള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് വലിയൊരു ആക്രമണമോ അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വെറൈറ്റി തന്നെയാണ് വിയറ്റ്നാം സൂപ്പർ എർലി. അപ്പോൾ നമ്മൾ 5ാം സ്ഥാനത്തിന് സെലക്ട് ചെയ്തിരിക്കുന്നത് കംബോഡിയൻ ഓറഞ്ച് ജാക്ക് ആണ്. വീണ്ടും ഒരു കുള്ളം വെറൈറ്റി തന്നെയാണ്. അപ്പോൾ കുള്ളം വെറൈറ്റികൾ വളരെ കുറച്ചേ ഉള്ളൂ. അതിനകത്ത് വിയറ്റ്നാം സൂപ്പർ എർലിയേക്കാളും ഒരു ബെറ്റർ വെറൈറ്റി ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് കംബോഡിയൻ ഓറഞ്ച് ജാക്ക്. അതിന്റെ ചക്കയുടെ സൈസും അതുപോലെ ചക്കയുടെ കളറും ചക്കയുടെ ടേസ്റ്റുമാണ് വിയറ്റ്നാമിനെക്കാളും ബെറ്റർ. നമുക്ക് ഏകദേശം ഒരു 12 മുതൽ 16 കിലോ ഒക്കെ വലുപ്പമുള്ള ചക്ക കിട്ടും. അതിന് ഉള്ളിലത്തെ ഫ്ലഷ് ഒരു ഓറഞ്ചിഷ് കളറാണ്. നല്ല ടേസ്റ്റുമാണ്. വിയറ്റ്നാമിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ എന്ന് നമുക്ക് പറയാം. കുറച്ചുകൂടെ വലുപ്പമുള്ള ചുളയാണ്. അതുകൊണ്ട് ചകിണി വളരെ കുറവാണ്. ഇത് അതിന്റെ ഒരു മരമാണ്. ഏകദേശം നമുക്കൊരു 2 വർഷത്തോളം പ്രായം ആയതാണ്. ഇതൊക്കെ മാച്ചൊക്കെ ഇട്ടിട്ടേ ഉള്ളൂ. നമ്മൾ ചെറിയ തൈ വെച്ച് നമ്മൾ ഇടയ്ക്ക് നല്ല രീതിയിൽ പരിപാലനം ചെയ്യാൻ പറ്റില്ല. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്കൊരു 2 കൊല്ലം കൊണ്ട് കായ്ച്ച് കിട്ടുന്ന വെറൈറ്റി തന്നെയാണ്. 2 കൊല്ലം കൊണ്ട് നമുക്ക് കുറച്ചുകൂടെയൊക്കെ വണ്ണവും തടിയും ഒക്കെ വരുന്നതായിരിക്കും മരത്തിന്. ഇതിന്റെ ചെറുതും വലുതുമായിട്ടുള്ള ഇഷ്ടംപോലെ തൈകളുണ്ട്. പിന്നെ നമ്മൾ പലരും പറയാറുണ്ട് ഈ ബ്രിക്സ് കണ്ടന്റ് നമുക്ക് ഓരോ പ്ലാവുകളുടെയും നിങ്ങൾ ചക്കയുടെ എന്തുകൊണ്ടാണ് പറയാത്തത്. അതുപോലെ നമ്മളിപ്പോൾ നമ്മുടെ ഈ ടോപ്പ് 10 എവിയാർക്ക് ചക്ക എവിടെയും നമ്മൾ പറഞ്ഞിട്ടില്ല. എവിയാർക്ക് ലോകത്തിലത്തെ ഏറ്റവും മധുരം കൂടിയ വെറൈറ്റി എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ നട്ടിട്ടുണ്ട് ഏകദേശം 1.5-2 കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിവിടെ കായ്ച്ച് കിട്ടിയിട്ടില്ല. അല്ലെ അത്രയും മൂപ്പ് അല്ല മെച്ചുവർ ആയിട്ടുള്ള മരങ്ങൾ വളരെ കുറവായതുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ചക്കേനെ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ ചക്കയുടെ കായ്ക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വന്നിട്ടില്ല. എവിയാർക്ക് പോലെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് സീഡ് ഫ്രീ ജാക്ക്. അപ്പോൾ സീഡ് ഫ്രീ ജാക്ക് ഞങ്ങൾക്ക് ഏകദേശം 6 വർഷം 6.5 വർഷമായിട്ടുള്ള വലിയ മരമുണ്ട്. അതും കായ്ച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം എവിയാർക്ക് ജാക്കിന് വരുമോ എന്നുള്ള കാര്യം നമ്മൾ അറിയത്തില്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കാര്യം നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ ടോപ്പ് 10 ചേർക്കാത്തത്. അതുപോലെ നമുക്ക് ബ്രിക്സ് കണ്ടന്റിലേക്ക് വരുമ്പോൾ ബ്രിക്സ് കണ്ടന്റ് ഓരോ രാജ്യത്തിനനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഓരോ സ്ഥലത്തിനനുസരിച്ചും ഒക്കെ ചക്കയിൽ അതിന്റെ വ്യത്യാസങ്ങൾ വരും. അതുപോലെ തന്നെ നമുക്ക് ബ്രിക്സ് കണ്ടന്റ് എല്ലാ ചക്കകളുടെയും ഒരിക്കലും നമുക്ക് നെറ്റിലോ അല്ലെ എവിടെയോ ഒരു ഡാറ്റ അതിന് കിട്ടാറില്ല. നമ്മുടെ ഇവിടുത്തെ ഇനങ്ങളുടെ ഇപ്പോൾ സിന്ദൂർ വരിക്ക പോലത്തെ ഇനങ്ങളുടെയൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഡാറ്റ എവിടുന്ന് കിട്ടാനില്ല. അതുകൊണ്ടാണ് നമുക്ക് ഒരിക്കലും ഇതിനെക്കുറിച്ച് പറയാനായിട്ട് പറ്റാത്തത്. ബ്രിക്സ് കണ്ടന്റ് ഒരിക്കലും എവിടുന്ന് നമുക്ക് കിട്ടില്ല. വെറുതെ നമുക്ക് അസ്യൂം ചെയ്തിട്ടില്ല. നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് ഓരോ ക്വാളിറ്റി അല്ലെ ഒരു നമുക്കൊരു എമൗണ്ട് പറയാൻ പറ്റുമെന്നേ ഉള്ളൂ. ഇതാണ് അതിന്റെ വാല്യൂ എന്ന് പറയാനേ പറ്റുള്ളൂ. ഒരിക്കലും ഒരു റിസർച്ച് സെന്ററിൽ നിന്നൊന്നും റിലീസ് ചെയ്യപ്പെട്ടിട്ടില്ല ഇങ്ങനത്തെ പല വെറൈറ്റികൾ. അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ബ്രിക്സ് കണ്ടന്റ് ഓരോ ചക്കകളുടെ നമ്മൾ ഉൾപ്പെടുത്താത്തത്. പിന്നെ ഓരോന്നിന്റെയും കൃത്യമായിട്ടുള്ള ഫോട്ടോസ് ഓരോ വീഡിയോ ഓരോ സെക്ഷന്റെ ഓരോ വെറൈറ്റികളുടെയും ഫോട്ടോകൾ ചക്കകളുടെ നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ 4ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് സിന്ദൂർ ജാക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അത് കേരളത്തിലത്തെ ഏറ്റവും മികച്ച വെറൈറ്റി എന്നറിയപ്പെടുന്ന സിന്ദൂർ ജാക്ക്. നമ്മൾ കൊല്ലത്തുനിന്ന് സദാനന്ദപുരം എന്ന് പറഞ്ഞ റിസർച്ച് സെന്ററിൽ നിന്ന് ഇറങ്ങിയതാണ് സിന്ദൂർ വരിക. അതിന്റെ ഉള്ളിലത്തെ കളർ ഏകദേശം ഒരു ലൈറ്റ് റെഡിഷ് കളർ വരാറുണ്ട്. വലിയ ചക്കയായിരിക്കും. നല്ല ടേസ്റ്റുള്ള തേൻവരിക്കയിൽ ഉൾപ്പെടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് സിന്ദൂർ ജാക്ക്. നമുക്ക് ഇതിന്റെയൊക്കെ ഇപ്പം വലിയ തൈകളാണ്. ഇതൊക്കെ വലിയ ഒരു ഏകദേശം ഒരു 1.5 വർഷം 2 വർഷത്തോളം പ്രായമുള്ള മരങ്ങളാണ്. ഇതിനി ഒരു 1.5 വർഷം അല്ലെങ്കിൽ 1 വർഷം കൊണ്ടൊക്കെ നമുക്ക് കായ്ച്ച് കിട്ടുന്ന ഇനമാണ്. മൊത്തത്തിൽ നമുക്ക് ചെറിയ തൈ വെക്കുകയാണെങ്കിൽ 3 മുതൽ 4 കൊല്ലം വരെയൊക്കെ വേണ്ടി വരാറുണ്ട്. അപ്പോൾ നമുക്ക് സിന്ദൂർ ജാക്കിന്റെ നമ്മൾ വലുതാക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു തരത്തിലുള്ള അധികം മെയിൻ്റനൻസ് ഇല്ലാതെ തന്നെ ഇത് വളർന്ന് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. വലിയ രോഗങ്ങളൊന്നും വരാറില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെയൊക്കെ സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ ചോയ്സ് ആണ് സിന്ദൂർ ജാക്ക്. കായ്ക്കാൻ കുറച്ച് താമസം എടുക്കും. കുറച്ച് വലുപ്പമുള്ള കുറച്ച് സ്പേസിങ് എടുക്കുന്ന ഒരു വെറൈറ്റിയാണ്. പക്ഷേ നല്ല സൂപ്പർ ചക്കയുമാണ്. ഒരു തരത്തിലുള്ള കേടുകളോ അങ്ങനത്തെ ഒന്നും വന്ന് നശിച്ചു പോകാത്ത ഒരു വെറൈറ്റി തന്നെയാണ് സിന്ദൂർ ജാക്ക്. ഇതിന്റെ ചക്കയുടെ സൈസ് നമുക്ക് ഏകദേശം പറഞ്ഞാൽ ഒരു 25 മുതൽ 30 കിലോയോളം വലുപ്പം വരുന്ന ചക്കയാണ്. വലിയ ചുളകളായിരിക്കും. അതുപോലെ നമുക്ക് അരക്ക് ഉണ്ട്, എന്നാലും അരക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ ഇതിന്റെ ഷെൽഫ് ലൈഫ് വളരെ കൂടുതലാണ്. എക്സ്പോർട്ടിങ്ങിനൊക്കെ പറ്റുന്ന ഐറ്റമാണ്. അതുപോലെ തന്നെ ഇതിന്റെ നമ്മുടെ ദൃഢത കൺസിസ്റ്റൻസി എന്ന് പറയും. അപ്പോൾ അത് വളരെ ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. അപ്പോൾ കുറച്ച് പഴുത്ത് പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അങ്ങ് പോകില്ല. അതൊക്കെയാണ് കൂഴച്ചക്കകളെ നമ്മൾ അല്ല പഴഞ്ചക്കയെ നമ്മൾ ഒരിക്കലും വെറൈറ്റികളായിട്ട് ഇവോൾവ് ചെയ്ത് എടുക്കാത്തത്. കാരണം നമ്മൾ അങ്ങനെ എടുത്ത് പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാർക്ക് അത് ആവശ്യമില്ല. കാരണം അത് പെട്ടെന്ന് മോശമായി പോകും. അതുപോലെ തന്നെ പെട്ടെന്ന് അതിന്റെ ഒരു കൺസിസ്റ്റൻസി പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും ആർക്കും ഒന്ന് കൊടുത്തു വിടാനോ കൊടുക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. ചെറിയ അപ്പങ്ങളും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യകതയ്ക്കേ നമ്മൾ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ പഴഞ്ചക്കകൾ ഒഴിവാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കൺസിസ്റ്റൻസിയിൽ നല്ലൊരു ഹാർഡായിട്ടല്ല നല്ലൊരു സൂപ്പർ ക്വാളിറ്റിയിൽ കൺസിസ്റ്റൻസിയിൽ ഉള്ള ഒരു ക്യാരക്ടർ ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ് സിന്ദൂർ ജാക്ക്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം സ്ഥലമുണ്ട്, മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ സൂപ്പറായിട്ട് ഉറപ്പായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് സിന്ദൂർ ജാക്ക്. ഇനി 3ാം സ്ഥാനം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് വാഡ സിംഗപ്പൂർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. സിംഗപ്പൂർ വാഡ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുള്ളൻ ഇനമായിട്ട് തന്നെ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. കാരണം ഇത് ഒരു 2 കൊല്ലം കൊണ്ട് നമുക്ക് കായ്ച്ച് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. അതുപോലെ നമുക്ക് ഉള്ളിൽ നമുക്കൊരു നമ്മുടെ കംബോഡിയൻ ഓറഞ്ചിനേക്കാളും കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ചിഷ് കളറാണ്. ഒരു ലൈറ്റ് റെഡിഷ് എന്ന് പറയാം. ആ രീതിയിലുള്ള കളർ കിട്ടും. ചക്കയുടെ സൈസും അത്യാവശ്യം നമുക്കൊരു 15 കിലോയ്ക്ക് മുകളിൽ കിട്ടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് വാഡ സിംഗപ്പൂർ. അപ്പോൾ നമുക്ക് ചെറിയ സ്ഥലത്ത് നടാം. നമുക്ക് വിയറ്റ്നാമിനേക്കാളും കുറച്ചുകൂടെ സ്പേസിങ് വേണമെങ്കിൽ പോലും ഒരു 12 അടിയിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് വളർത്താൻ പറ്റും. ഇതിപ്പോൾ അതിന്റെ തൈകളാണ്. ഏകദേശം നമുക്കൊരു 2.5 അടി ഹൈറ്റുള്ള തൈകളാണ്. ഇതൊക്കെ നമുക്ക് ഇനി വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 കൊല്ലം കൊണ്ട് തന്നെ കായ്ച്ച് കിട്ടും. അതൊക്കെ മാച്ചൊക്കെ ഇടാറുണ്ട്. എന്നാലും നമുക്ക് 1.5 കൊല്ലം കൊണ്ട് കായ്ക്കും നമുക്ക് വിചാരിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. ഡ്രം ആണെങ്കിൽ ഫുൾ ഡ്രമ്മിൽ നമുക്ക് വെക്കാൻ പറ്റിയ വെറൈറ്റിയാണ്.
വിയറ്റ്നാം സൂപ്പറിലോ കംബോഡിയൻ ജാക്കൊക്കെ പോലെ തന്നെ ഫുൾ ഡ്രമ്മിൽ നമുക്ക് വെച്ച് നമുക്ക് ഈ രീതിക്ക് കായ്ച്ച് കിട്ടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് വാടാ സിംഗപ്പൂർ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം വീഡിയോ ചെയ്തിരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വെറൈറ്റി അതിനകത്ത് ചേർക്കാൻ പറ്റില്ല, കാരണം അന്ന് എനിക്ക് ഇതിന്റെ ഒരു ഫ്രൂട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പം ഡ്വാർഫ് വെറൈറ്റിയിൽ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഈ വാടാ സിംഗപ്പൂർ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഡ്വാർഫ് വെറൈറ്റികളൊക്കെ നിങ്ങൾ ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിയറ്റ്നാമിനേക്കാൾ ഒരു സൂപ്പർ ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് നമുക്ക് ഈ വാടാ സിംഗപ്പൂർ എന്ന് പറഞ്ഞ ഐറ്റം. അപ്പോൾ നമ്മൾ രണ്ടാം സ്ഥാനമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഡാങ് സൂര്യ ജാക്കാണ്. അപ്പോൾ തായ്ലൻഡിലത്തെ ഒരു റെഡ് ജാക്കാണിത്. അപ്പോൾ റെഡ് ജാക്കുകളിലെ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് ഞങ്ങൾ പറയുന്ന ഒരു വെറൈറ്റിയാണ് ഡാങ് സൂര്യ. അതിന്റെ ടേസ്റ്റ് കൊണ്ട് തന്നെയാണ് അത്. ഏകദേശം നമുക്കൊരു 20-25 കിലോ ഉള്ള വലിപ്പമുള്ള ചക്ക കിട്ടും. നല്ല റെഡ് കളറുള്ള ചുളയാണ്, നല്ല മധുരമാണ്. നമുക്കിപ്പോൾ റെഡ് ജാക്കിൽ ഏത് വെറൈറ്റി നിങ്ങൾ എടുത്താലും നല്ല പ്രോപ്പർ റെഡ് ആയിട്ടുള്ള വെറൈറ്റികൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഡാങ് സൂര്യ. അതുപോലെ നമുക്ക് സാധാരണ ഒരു തേൻവരിക്ക രീതിയിൽ കുറച്ചൊരു വലിപ്പം വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഡാങ് സൂര്യ. ഏകദേശം നമുക്കൊരു 20 അടി അകലം സ്പേസിങ് വെച്ചിട്ട് തന്നെ നടണം. നല്ല രീതിയിൽ ബ്രാഞ്ചിങ് വരുന്നതാണ്, വളരെ ഭംഗിയാണ്. നമ്മുടെ വീടിനൊക്കെ മുന്നിൽ നിൽക്കുന്ന കണ്ടാൽ തന്നെ കുറേ ബ്രാഞ്ചസ് വന്നിട്ട് നല്ലൊരു തഴച്ച് നിൽക്കുന്ന പോലെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു 2.5-2 കൊല്ലം മുതൽ ഇതിന്റെ അറ്റത്ത് തുമ്പുകളിൽ നമുക്ക് ഇതിന്റെ മാച്ചക്കകൾ ഇട്ട് തുടങ്ങും, മെയിൽ ഇൻഫ്ലോറസൻസ്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1 കൊല്ലം വരെ ആ മാച്ചക്കകൾ ഇട്ടതിന് ശേഷമായിരിക്കും നമുക്ക് ചക്ക ഇട്ട് തുടങ്ങുക. അതുപോലെ തന്നെ അടിവണ്ണം വരുന്നതിനനുസരിച്ച് അതിന്റെ വലുപ്പമൊക്കെ ചക്കയുടെ വലുപ്പമൊക്കെ കൂടുതലും അതുപോലെ തന്നെ കളറൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല മധുരമുള്ളതായിട്ട് കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിന്റെ ചെറിയൊരു തൈകളൊക്കെ ഇതുപോലത്തെ തൈകളൊക്കെ നടുവാണ് നമുക്ക് 3 കൊല്ലം കൊണ്ട് കാഴ്ച കിട്ടുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് വളരെ ചെറിയ തൈകളാണ്, ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ 3-3.5 കൊല്ലം കൊണ്ട് നമുക്ക് കാഴ്ച കിട്ടുന്ന ഐറ്റം തന്നെയാണ്. ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് വരുന്ന 200 ആ റേഞ്ചിലൊക്കെയാണ് ഇതിന്റെ തൈകളുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റെഡ് ജാക്കുകളിലെ ഒരു വെറൈറ്റി നിങ്ങൾക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും മികച്ച ഒരു വെറൈറ്റി തന്നെയായിരിക്കും നമ്മുടെ ഈ ഡാങ് സൂര്യ എന്ന് പറഞ്ഞ വെറൈറ്റി. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് J33 എന്ന് പറഞ്ഞ ഒരു മലേഷ്യൻ വെറൈറ്റി ജാക്ക് ഫ്രൂട്ട് ആണ്. അപ്പോൾ J33 പലർക്കും അറിയാം, നല്ല വലിപ്പം കൂടിയ ചുളയുമുള്ള വെറൈറ്റിയാണ്. ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ കാഴ്ചത് വെച്ചിട്ട് നമുക്ക് ഏകദേശം 32 ബ്രിക്സ് കണ്ടന്റ് വരെ കിട്ടുന്ന, അല്ലെ മധുരത്തിന്റെ അത്രയും കണ്ടന്റ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് J33 വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 കൊല്ലം കൊണ്ട് കാഴ്ച കിട്ടുന്ന വെറൈറ്റിയാണ്, ബഡൊക്കെ ആണെങ്കിൽ. അപ്പോൾ J33 നിങ്ങൾക്ക് വെക്കാനായിട്ട് അല്ലെ വലിപ്പമുള്ള ചക്ക കിട്ടണം, അല്ലെ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണ് J33. നമുക്ക് ചുളയോടുകൂടി എല്ലാ കാര്യങ്ങളും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ് J33. പിന്നെ J33 കുറച്ച് നമ്മൾ പ്രശ്നങ്ങൾ പറയാനാണെങ്കിൽ അതിന്റെ ആദ്യത്തെ തന്നെ ഞാൻ പറഞ്ഞ വിയറ്റ്നാം സൂപ്പർ എർലി പോലെ തന്നെ ഇതിന് ബഡ് തൈകൾക്ക് പെട്ടെന്നൊരു ചീക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളുടെ തന്നെ ഇപ്പോൾ കുറേ മരങ്ങൾ നമ്മളിപ്പോൾ മഴക്കാലത്ത് നമ്മളൊന്നും ശ്രദ്ധിക്കാതെ ഒരു 2-3 ആഴ്ച പോലും നല്ല മഴയുള്ള സമയത്ത് നമ്മളൊന്നും ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഇതിന് ചീക്ക് വന്ന് മൊത്തത്തിൽ തൈ മരം നശിച്ചു പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഫംജിസൈഡ് നമ്മുടെ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംജിസൈഡ് നമ്മൾ കൃത്യമായിട്ട് സ്പ്രേ ചെയ്തില്ലെങ്കിൽ ഈ ചീക്ക് വരാനുള്ള ചാൻസ് വളരെയധികമാണ്. ആ കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ J33 പലരും ഡ്രമ്മിൽ നടുന്നവരുണ്ട്, ഡ്രമ്മിൽ നട്ടോട്ടെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഡ്രമ്മിൽ പറ്റിയ ഒരു വെറൈറ്റി അല്ല J33. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 വർഷം മാത്രമേ നമുക്ക് ഡ്രമ്മിലൊക്കെ നിന്ന് കിട്ടുള്ളൂ. ചിലപ്പം കാഴ്ച കിട്ടിയേക്കാം, എന്നാലും അത് നമ്മൾ നല്ലൊരു രീതിയിലുള്ള ഗ്രോത്ത് വരില്ല. കാരണം നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാവുകൾക്ക് പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ് ഈ ചീക്ക് മുകളിൽ നിന്ന് താഴോട്ട് മൊത്തത്തിന് മരത്തിന് പ്രശ്നം വരുമോ, നശിച്ചു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും പ്രൂൺ ചെയ്യാനായിട്ട് പ്ലാവുകൾ പറ്റാറില്ല. അപ്പോൾ നിങ്ങൾ ഡ്രമ്മിൽ ചൂസ് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണ്. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു സ്പേസ് ഉണ്ട്, നടാൻ പറ്റും എന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റിയൊരു സൂപ്പർ ബെസ്റ്റ് വെറൈറ്റി തന്നെയാണ് J33. അപ്പോൾ പ്ലാവുകളുടെ ടോപ്പ് 10 വെറൈറ്റികളായിരുന്നു ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ചിലവർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമുക്ക് ഫ്രൂട്ട്സിന്റെ എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്, പല സൈസിൽ തൈകളൊക്കെ അവൈലബിൾ ആണ്. ഇതിനകത്ത് നമ്മൾ അധികം ബിസിനസ് പരമായിട്ടുള്ള സംഭവങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല വീഡിയോസിൽ. പല ഹൈറ്റിലുള്ള ഓരോ പ്ലാൻസും അവൈലബിൾ ആണ്. നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു വീഡിയോ അത് പെട്ടെന്ന് നമ്മൾ എടുത്ത് വിടുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസുമായിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ വീഡിയോ താഴെ കൂടെ പോകുന്ന നമ്പറിൽ ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് കാറ്റലോഗ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. മിനിമം 2500 രൂപയുടെ ഓർഡർ ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയും 2 ആഴ്ചക്കുള്ളിൽ ഫ്രീ ഡെലിവറി ആയിട്ട് വീട്ടിൽ സാധനം എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അഗ്രികൾച്ചർ ഇഷ്ടപ്പെട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുവരെ കിടിലൻ കണ്ടന്റുമായി അടുത്ത പ്രാവശ്യം വരുന്നവരെ ബൈ ബൈ.